വേറെ ആകർഷിച്ചെന്താണ് ശരിക്കും പറഞ്ഞോ ചൈന യാത്രകളിൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഭക്ഷണം ശൈലി. ഏത് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിലും നല്ല വിപുലമായ വെറൈറ്റീസ് ഫുഡായിരിക്കും. നമ്മൾക്ക് കേരളത്തിലെല്ലാം കിട്ടുന്ന അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ കിട്ടുന്ന ചൈനീസ് ഫുഡില്ലേ, അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരുപാട് വ്യത്യാസം, ഒരുപാട് റിയൽ ഫുഡുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പേര് മാത്രമേ ഉള്ളൂ, ഒരു പേര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നമ്മുടെ റിയൽ ഫുഡ് ഒരു ഷോപ്പിലാണെങ്കിൽ ചെറിയൊരു ഷോപ്പിൽ അവിടെ ഒരു 10-15 പേരുടെ കൗണ്ടറുകളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മീറ്റാണോ? മീറ്റാണ് അധികവും. മീറ്റും പിന്നെ വെജ് ചിക്കൻ എല്ലാം ഉണ്ട്, വെറൈറ്റീസ് ഫുഡ്. വേറെ സക്കറിയ എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത് രാജ്യങ്ങൾ? പിന്നെ ഹോങ്കോങ് പോയിട്ടുണ്ട്. ഹോങ്കോങ്ങും അടിപൊളി, ഭയങ്കര പോഷായിട്ടുള്ള സിറ്റിയാണ്. ഭയങ്കര അവിടെ എന്താണ് അട്രാക്റ്റീവായിട്ട് തോന്നിയപ്പോൾ ഹോങ്കോങ്ങിൽ? അവിടെ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഷോപ്പിംഗ് നല്ല അട്രാക്റ്റീവായിട്ടാണ്. ഷോപ്പിങ്ങിന് ഇഷ്ടംപോലെ വെറൈറ്റീസ്, ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സ് തിരഞ്ഞെടുക്കാനുള്ളൊരു. ഇപ്പോൾ ഈ ഗൾഫ് നാടായപ്പോൾ നമ്മൾ ഇരിക്കുന്ന ദോഹയിൽ 19 വർഷക്കാലമായി സക്കറിയ. ഇവിടുത്തെ ഒരു ജീവിതത്തെക്കുറിച്ച് എന്താ തോന്നുന്നത്? വളരെ ഹാപ്പിയാണോ തിരിഞ്ഞോ? ഇവിടെ ഞാൻ വളരെ ഹാപ്പിയാണ്. നാട്ടിൽ പോയി താമസിക്കുന്നതിനെക്കാട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നുന്നത് എനിക്ക് ഇവിടെയാണ്. കാരണം ഒരുപാട് ഫ്രണ്ട്സും പിന്നെ എൻ്റെ ജീവിത ശൈലി ഈ ഖത്തറുമായിട്ട് ഇണങ്ങിയിരിക്കുകയാണ്. നാട്ടിൽ പോയിട്ടുള്ള എങ്ങനെയാണ് ഇണങ്ങിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു? ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജോലി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തൊക്കെ പോയിട്ട് കറങ്ങാനും. രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? രാവിലെ ഞാൻ 5:30 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. എങ്ങനെയാണ് ജീവിതം ഒരു ദിവസം ഒന്ന് പറയാമോ? എങ്ങനെയാണ് താങ്കളുടെ ജീവിതം? 5:30 എഴുന്നേറ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 11 മണി വരെ ഓഫീസ് കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ കുറച്ചൊക്കെ എൻ്റെ ബിസിനസ് ആവശ്യമായിട്ടുള്ള മീറ്റിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് പിന്നെ 3 മണിക്ക് ശേഷം മിക്കവാറും ഫ്രീ ആയിട്ട് ബ്രേക്ക് ആയിരിക്കും. എത്ര മണിക്കൂർ ഉറങ്ങും ഒരു ദിവസം? ഒരു 5 മണിക്കൂർ. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഇവിടുത്തെ മലയാളികളുടെ കൾച്ചറൽ സോഷ്യൽ പ്രോഗ്രാംസ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആണോ? അല്ല. എന്താ അത്? സമയം കിട്ടാറില്ലായിരുന്നു. ആദ്യത്തെ തുടങ്ങി എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം എന്നുള്ളൊരു നെട്ടോട്ടത്തിലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫും ഇതെല്ലാം ഒരു വർഷം കൊണ്ടാണ് ഇത്രയും സ്റ്റാഫെല്ലാം എനിക്കായിരുന്നു. മുമ്പൊക്കെ ഇതെല്ലാം 1 man ഷോ ആയിരുന്നു. ഞാൻ സ്വന്തമായിട്ടായിരുന്നു ചെയ്യാറ്. എൻ്റെ സ്വന്തം കാറിനകത്തിരുന്ന് കൊട്ടേഷൻ ആണെങ്കിലും ഇൻവോയ്സ് ആണെങ്കിലും എന്താണെങ്കിലും കാർ തന്നെ ഓഫീസായിരുന്നു. അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ഒരുപാട് മലയാളികൾ ആയ കലാകാരന്മാർ വന്ന് പ്രോഗ്രാം പെർഫോം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടോ? ഇല്ല, പോയിട്ടില്ല. സിനിമ കാണാറുണ്ടോ? സിനിമയ്ക്കും പോകാറില്ല. അതെ, ഇതൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടാറില്ലായിരുന്നു. അപ്പോൾ വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ്സും ഇല്ല ശരിക്കും പറഞ്ഞു? വേറെ കുറച്ച് നടക്കാൻ പോകും, വൈകിട്ട് കുറച്ച് ഈവനിങ് വാക്ക്. ഫാമിലി വന്ന് പോകാറുണ്ട് വർഷത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 6 മാസത്തിൽ. ഇവിടെ ഫാമിലി ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം നാട്ടിലാണ്. എനിക്ക് ഉമ്മയാണ് എൻ്റെ വൈഫിൻ്റെ കൂടെ താമസിക്കുന്നത്. പിന്നെ വൈഫ് ജമീല. മക്കളുടെ പേര്? ഒന്ന് മൂത്ത മോൾ ഷഹല, മകൻ ഷുഹൈൽ, ഷഹന ചെറിയ മോൾ. എല്ലാവരും പഠിക്കണം? അല്ല, ചെറിയ മോൾക്ക് ഇപ്പം 1.5 വയസ്സ്, മൂത്ത മോൾ 12, നൽകിയിരിക്കുന്നത് പിന്നെ 9 വയസ്സ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒട്ടേറെ ദിവസങ്ങളൊക്കെ അവിടെ ചെലവഴിക്കാറുണ്ടോ? ഇല്ല, മാക്സിമം ഒരാഴ്ച. താങ്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? വ്യക്തിത്വം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സ്വാധീനിച്ചത് ഒരു UK ബ്രിട്ടീഷുകാരനായിരുന്നു, മിസ്റ്റർ ആഷ്ലി സ്റ്റാഗ്. തന്നെ സഹായിച്ചിരുന്നു. അയാൾ ഇവിടെ മന്നായി എന്നൊരു കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു. അയാൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ്, സന്തോഷവാനാണ്. അതെ. ഇനി ഭാവിയിൽ ഇതേ രീതിയിൽ തന്നെ ഇത് നിലനിർത്തി പോകണമെന്ന്, ഇതിന് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് പോകണം, അങ്ങനെ ചെയ്യണം ഒരുപാട് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലുമാണ്. ദോഹയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദോഹയിൽ ഇനിയിപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ലോക കപ്പ്. ഡിസംബറിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ അറിയാൻ വേണ്ടി വൻ പ്രതീക്ഷയോടെ ഞാൻ പോലും. അതെ, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സക്കറിയക്ക് അങ്ങനെ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ദോഹ താങ്കൾക്ക് എങ്ങനെ ഇപ്പോൾ വിലയിരുത്താൻ കഴിയും? ഇപ്പം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും ഖത്തറിൻ്റെ കുതിപ്പ്. കാരണം എല്ലാ പ്രൊജക്റ്റുകളും ഒരുപാട് പ്ലാനുകളും ഈ 2022 വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട്
ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായിരിക്കും എങ്ങനെ നമുക്കൊന്ന് മനസ്സിൽ കാണാൻ കഴിയുമോ സക്കറിയൊക്കെ അന്ന് അത് ഖത്തർ എങ്ങനെയാണെന്നുള്ളത്? ഭയങ്കര ചേഞ്ചസ് വരും. എൻ്റെ കാഴ്ചപ്പാട് ഖത്തറിനെ ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും നല്ലൊരു മുൻപന്തിയിലെത്തിക്കാനുള്ളൊരു ശ്രമത്തിലായിരിക്കും ഖത്തർ. അറബ് രാഷ്ട്രങ്ങളിലൊരു പക്ഷേ ഏറ്റവും മുൻപന്തിയിലെത്താം. ഖത്തറിന് ആയിരിക്കും ഏറ്റവും മുമ്പിൽ എത്താവുന്ന ഒരു കൺട്രി. ഇപ്പോഴും ലോകത്തിന് മുമ്പിൽ GCCയുടെ മുമ്പിൽ ഖത്തറാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോഴും ശരിക്കും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് അല്ലേ? അതെ. കാരണം മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചപ്പോഴും ഇവിടെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരുപാട് മലയാളികളുണ്ട്. എനിക്കൊരു വളരെയധികം മലയാളികളുണ്ട് ദോഹയിൽ. ഒരുപാട് അല്ലേ? ഇവിടുത്തെ ഭരണകൂടം മറ്റുള്ള ഇവിടുത്തെ ഭരിക്കുന്നവരിൽ നിന്ന് നല്ല അനുകൂലമായ കാലാവസ്ഥ. അതുകൊണ്ടാണ് ഈ നമ്മളിപ്പോൾ ആൾക്കാർ വന്നിട്ട് വിജയത്തിലേക്ക് എത്താനുള്ളൊരു ചാൻസ് കിട്ടുന്നത് ഇവരുടെ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടാണ്. എല്ലാവർക്കും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു ഭരണകൂടമാണ് ഖത്തറിൻ്റെ. പൊതുവേ ഇവരൊരു ക്യാരക്ടർ എങ്ങനെയാണ് അറബ്സിൻ്റെ ഇവിടുത്തെ ദോഹ? നല്ലവരാണ്, നല്ല വ്യക്തികളാണ്, ശാന്തരാണ്, സമാധാനപ്രിയരാണ്, ലവബിളാണ്. അതെ. എന്തായാലും സക്കറിയ വളരെ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഇവിടുത്തെ. അതിനിടയിൽ ഞങ്ങളുടെ ചാനലുമായിട്ട് ഇത്രയും സമയം മനസ്സ് തുറന്ന് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്കൾക്ക് ഇനിയും ഒരുപാട് ഐഡിയാസും കൺസെപ്റ്റുകളും ഉണ്ട്. അതെല്ലാം പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയം കൈവരിക്കാവുന്നതാകട്ടെ. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. Thank you so much. Hello, my name is Dr. Ahmed Al-Imadi. I'm a chairperson of Dolphin Logistics and Trading Company, and would like to welcome you here in Qatar and wish you inshallah the best in your mission. കോഴിക്കോട് ജില്ലയിൽ നിന്നും ദോഹയിലെത്തി ഇവിടെ വ്യവസായത്തിൽ വൻ വിജയം കൈവരിച്ച സക്കറിയയുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മറുനാടൻ വ്യവസായിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇനി ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ചോദ്യം ഒന്നുകൂടി: ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.